എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് 230AHന്റെ ലിഥിയം സെല്ലാണ്. നമ്മുടെ വീട്ടിലേക്ക് 48 വോൾട്ട് 230AH, അതായത് ഒരു 11 കിലോ വാട്ട് സ്റ്റോറേജ് വരുന്ന ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇത്തരം സെല്ല് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു സന്തോഷ വാർത്ത പറയുവാനുണ്ട്. നമ്മൾ പുതിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി സപ്പോർട്ട് ചെയ്യാം. ഒരു 2 വർഷമായിട്ടേ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഒരു ആളാണെങ്കിലേ ഞാൻ മേടിക്കുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ അതിൻ്റെ പോസിറ്റീവും അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ നെഗറ്റീവും പറയാറുണ്ട്. അതിനാൽ തന്നെ ഒരുപാട് ശത്രുക്കൾ നമുക്ക് വന്നിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് വരെ ലഭിച്ചിട്ടുണ്ട്. ഈ കോർപ്പറേറ്റിൻ്റെ അടുത്തു നിന്നും ഈ പട്ടിക്കാട്ടിൽ താമസിക്കുന്ന നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ബാക്കപ്പ് ചാനൽ ആവശ്യമുണ്ട്. അതിനാൽ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങി. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പുതിയ ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാം. നമുക്കേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാശ് കൊടുത്ത് തന്നെ വാങ്ങുന്നതാണ്. ഒന്നെങ്കിൽ നമ്മുടെ ആവശ്യത്തിന്, അല്ലെങ്കിൽ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ വേണ്ടി വാങ്ങുന്ന സാധനം നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ 1-2 സാധനമൊക്കെ കമ്പനിക്കാർ ഫ്രീ ആയിട്ട് തരാറുണ്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി. അത് ഇല്ലയെന്ന് പറയുന്നില്ല, അത് വല്ലപ്പോഴും മാത്രം. അത് കൊള്ളാവുന്ന സാധനമാണെങ്കിൽ മാത്രമാണ് വീഡിയോസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കും. ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സെല്ല്. ഒരു സെല്ലിൻ്റെ വോൾട്ട് എന്ന് പറഞ്ഞാൽ 3.2 വോൾട്ടാണ്. ഒരു സെല്ല് 3.2 വോൾട്ട്. നമ്മളിവിടെ 48 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 16 സെല്ല് വേണം. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ 16 സെല്ല് കൂട്ടി ചേർത്തുണ്ടാക്കുമ്പോൾ നമുക്ക് 48 വോൾട്ട് കിട്ടുന്നതാണ്. ഒരു സെല്ല് 230AH ആണ് വരുന്നത്. ഈ കാണുന്ന 16 സെല്ല് നമ്മൾ സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുത്തതിന് ശേഷം BMS ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൻ്റെ കൂടെ തന്നെ 5 ആംപിയർ വരുന്ന ഒരു ആക്റ്റീവ് ബാലൻസറും ഉപയോഗിക്കുന്നുണ്ട്. ഇതും കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഈ പറഞ്ഞ 48 വോൾട്ട് 230AH വരുന്ന ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനായിട്ട് ഒരു മെറ്റൽ ബോക്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 1 മാസത്തിൽ കൂടുതലായിട്ട് നമ്മൾ പൈസ മുടക്കിയതാണ് ഇതിന്. പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ബോക്സ് നമുക്ക് അടിച്ച് ലഭിച്ചിട്ടില്ല. അത് കിട്ടാൻ ഇനിയും ടൈം എടുക്കും. നമുക്കിപ്പോൾ ഹൈസ്റ്റാറിൻ്റെ 100AHൻ്റെ സെല്ലൊക്കെ ആണെങ്കിൽ 2000 തൊട്ട് 2500 രൂപയ്ക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് പൈസ കൊടുത്താൽ ഇന്ന് തന്നെ സാധനം കൈ കിട്ടും. പക്ഷേ ഈ 230AHും 280AHും 314AH ഒക്കെ ഉള്ള EVE എന്ന് പറഞ്ഞ ഈ കാണുന്ന കമ്പനിയുടെ സെല്ല് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പൈസ കൊടുക്കണം. നിങ്ങൾ ഇന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 1.5 മാസത്തിന് ശേഷം മാത്രമാണ് സാധനം കയ്യിൽ കിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ 48 വോൾട്ട് 230AHൻ്റെ ഒരു ബാറ്ററി പാക്ക് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ അടുത്ത് തന്നെ സെല്ലിന് മുൻകൂർ പൈസ കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സെല്ല് കിട്ടുള്ളൂ. പിന്നെ BMS വാങ്ങിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ബാലൻസർ വെക്കേണ്ടി വരും. പിന്നെ ആണെങ്കിൽ ബോക്സ് അടിച്ചെടുക്കണം. അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചാലാണ് ഒരു ബാറ്ററി പാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു എമൗണ്ട് വരും. നിങ്ങൾക്ക് 24 വോൾട്ട് 100AH മതിയെങ്കിൽ ആ 100AHൻ്റെ സെല്ല് വാങ്ങിച്ചിട്ടുണ്ടാക്കാം. അതാകുമ്പോൾ ഒരു 30 രൂപ താഴെ നിങ്ങൾക്ക് പരിപാടി കഴിയും. ഈ ഒരു സെല്ല് വാങ്ങിച്ചിട്ടേ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സെല്ലും ആദ്യം ചാർജ് ചെയ്യണം. അതും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു സെല്ലിന് ചാർജ് കൂടിപ്പോവും, ഒരു സെല്ലിൽ വോൾട്ട് കുറഞ്ഞു പോകും. അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നിട്ട് BMS ചിലപ്പോൾ ഓഫായി പോവാം. അങ്ങനെ പല പല ഇഷ്യൂസ് വരും. ഇപ്പം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന പല ലിഥിയം ബാറ്ററി പാക്കും വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്ക് പല രീതിയിലും പണി ലഭിക്കുന്നുണ്ട്. 1 വർഷം 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ BMSൻ്റെ ഒരു മോശം കൊണ്ടും അല്ലെങ്കിൽ അതിനുള്ളിൽ സെല്ല് വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞാൽ BMS ഓഫായി പോകുന്ന പ്രശ്നങ്ങൾ, പിന്നെ മര്യാദയ്ക്ക് ചാർജ് ചെയ്യാത്ത പ്രശ്നങ്ങൾ, ഡിസ്ചാർജിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പല ഇഷ്യൂസ് വരുന്നുണ്ട്. എൻ്റെ സ്വന്തം അനുഭവത്തിലും അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 3 വർഷമായിട്ടേ ലിഥിയം ബാറ്ററി പാക്കിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും അന്ന് നമ്മൾ പരിചയപ്പെട്ട ഇന്നും പരിചയപ്പെടുന്ന പല ആൾക്കാരുടെ അനുഭവങ്ങളും അവർ വാങ്ങിച്ച് ഉപയോഗിച്ചതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ച് വന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഒരു സമയം മോശമായതുകൊണ്ട് സംഭവം എന്തായാലും കംപ്ലൈൻറ്റ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ ഈ പറയുന്ന പോലെ കമ്പനിക്കാർ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയും
അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പല ഉടായ്പ് കാണിച്ച് വിടുന്നുണ്ട്. അത് പിന്നീട് ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോൾ പല രീതിയിലുള്ള കംപ്ലൈൻറ്റ് വരുന്നു. ഞാൻ ആദ്യം ഒരു 24 വോൾട്ട് 100 എച്ചിൻ്റെ ഒരു ലിഥിയം ബാറ്ററി പാക്ക് മേടിച്ചു. അത് കംപ്ലൈൻറ്റ് വന്നപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തപ്പോൾ കമ്പനിക്കാർ എനിക്ക് മാറ്റി തന്നു. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ടാണ് അവരെനിക്ക് മാറ്റി തന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനിവിടെ 48 വോൾട്ട് ഈ പറഞ്ഞ 11 കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി വയ്ക്കാൻ പോകുന്നത് നമുക്ക് പല പരീക്ഷണങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ നമ്മൾ ഓരോ വീഡിയോസായിട്ട് യൂട്യൂബിൽ ചെയ്യുന്നതാണ്. ഇതൊക്കെയല്ല നമ്മുടെ പണി. പിന്നെ ഉണ്ടല്ലോ, ഈ 24 വോൾട്ട് വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂര്യപ്രകാശം പോകുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ മോട്ടറോ ഇൻഡക്ഷനോ ഉപയോഗിക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് ഇൻവെർട്ടർ മരണമണി അടിക്കും. നമ്മൾ വന്നിട്ട് ഓഫ് ആക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. 48 വോൾട്ട് ആണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ നിലവിലെ വീട്ടിൽ വലിയ ലോഡൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ AC ഒക്കെ വാങ്ങണം. ഇപ്പോൾ നിലവിൽ ഇതൊക്കെ വാങ്ങി കാശൊക്കെ തീർന്നു.